പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് വീണ്ടും ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസിനെ പഴിക്കുന്നില്ല, എല്ലാം ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഒത്താശയാണ്. പ്രതിഷേധക്കാർ CPM-ന്റെ ദിവസക്കൂലിക്കാരാണെന്നും റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കുമെന്നും ഗവർണർ പറഞ്ഞു. Some people tried to hit my car, and I have already said I have no problem if from distance somebody shows black flag. But if somebody comes near my car, then I will get down. I get down from the car. And what I saw, in fact what I saw, that is not important. Important is according to police, there were 17 people. And you can count the number of policemen who are present here at the moment. How many policemen were there? And my only question is, if Chief Minister was passing by this road, will police stand with persons holding black flags and allow them to hit the car? Why I am not blaming the police? Because police, they also have to take their orders from the superior authorities. And it is the Chief Minister of the state who is promoting lawlessness in the state. It is he who is giving direction to the police to give protection to these lawbreakers. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി. കണ്ണൻ, അഭൂതപൂർവമായ രംഗങ്ങൾക്കാണ് ഇന്ന് നിലമേൽ സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണർ 2 മണിക്കൂറോളം തെരുവിൽ കുത്തിയിരുന്ന സമരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിഷേധത്തിൽ ഏർപ്പെടുന്നു. FIR വായിച്ച് കേട്ടതിന് ശേഷം മാത്രം അദ്ദേഹം മടങ്ങാൻ സന്നദ്ധനാവുന്നു. എന്താണ് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രകോപിപ്പിച്ചത്? തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ SFI പ്രവർത്തകർ കാറിന്റെ തൊട്ടടുത്ത് വരികയോ അതിൽ സ്പർശിക്കുകയോ കൊടികൊണ്ട് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? എന്തുകൊണ്ട് ഗവർണർ പ്രകോപിതനായി? അഭിലാഷ്, ഇന്ന് രാവിലെ സദാനന്ദപുരത്തെ പരിപാടി ഗവർണറുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് കേരളക്കര ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവവികാസങ്ങൾക്ക് സാക്ഷിയാകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. അതിന് സമാനമായ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് SFI പ്രവർത്തകരുണ്ടായിരുന്നത്. ഈ MC റോഡ് വഴി ഗവർണർ ഈ MC റോഡ് വഴി കടന്നു വരുന്നു. ആ സമയത്ത് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകർ കരിങ്കൊടിയും അതുപോലെ തന്നെ സംഘി ചാൻസലർ ഗോ ബാക്ക് എന്നുള്ള ഒരു ബാനറും കാണിക്കുകയുണ്ടായി. ആ സമയത്ത് ചില SFI പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് സമീപത്തേക്ക് എത്തിയെന്നുള്ളത് തന്നെയാണ് പോലീസുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഗ്ലാസിൽ SFI പ്രവർത്തകർ അടിക്കുകയുണ്ടായി എന്ന് ഗവർണർ തന്നെ പരാതിപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടു പിന്നാലെ ഗവർണർ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. തൊട്ട് സമീപത്തൊരു കടയുണ്ടായിരുന്നു. ആ കടയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്നു അവിടുത്തെ ഒരു കസേര എടുത്തു. ആ കസേരയിലിരുന്ന് അദ്ദേഹം ഒരു പ്രതിഷേധിക്കുകയാണ്. തൊട്ടു പിന്നാലെ കൊല്ലം റൂറൽ SP അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് എത്തി ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന നടത്തി. എന്നാൽ ആ സമയത്ത് ഷൗട്ട് ചെയ്തുകൊണ്ട് വളരെ കയർത്തുകൊണ്ട് ഗവർണർ SP-യോട് സംസാരിക്കുകയാണ്. നിങ്ങളാണ് ഇതിൽ യഥാർത്ഥ പ്രതികൾ, ഈ പ്രതികളെ അതായത് SFI-ക്കാരെ സംരക്ഷിക്കുന്നത് നിങ്ങളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. തൊട്ടു പിന്നാലെ നേരത്തെ സംസ്ഥാനത്തിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുന്നു. കേന്ദ്ര തലത്തിലേക്ക് ഈ വിഷയം എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആദ്യം അദ്ദേഹം പ്രധാനമന്ത്രിയെ വിളിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുകളോട് നിർദ്ദേശിക്കുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ബന്ധപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ആഭ്യന്തരമന്ത്രിയെ ബന്ധപ്പെടാൻ വേണ്ടി ഓഫീസ് സ്റ്റാഫുകൾ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു. അതായത് സംസ്ഥാനത്തിൽ മാത്രം ഒതുക്കാൻ വേണ്ടിയല്ല, ദേശീയ തലത്തിലേക്ക് കേരളത്തിലെ ക്രമസമാധാനം തകർന്നു, തനിക്ക് അവിടെ പുറത്തിറങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനുശേഷം 2 മണിക്കൂറോളം ആ കടയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് അദ്ദേഹം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. ചില ആൾക്കാർ കൂലി കൊടുത്ത് ഇറക്കുന്ന ആൾക്കാരാണ്, തനിക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി കൂലി കൊടുത്ത് പുറത്തിറക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം പിന്നിൽ. കാര്യം നേരത്തെ മുഖ്യമന്ത്രിക്ക് എതിരെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിൽ രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം തനിക്ക് തെരുവിലൂടെ സഞ്ചരിക്കാൻ സാധിക്കാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ഞാൻ ചോദിക്കുകയുണ്ടായി, ഇത് മുഖ്യമന്ത്രിക്കെതിരായ ഒരു സമരമാണോ താങ്കൾ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തിനാണ് മുഖ്യമന്ത്രിക്കെതിരെ സമരം നടത്തേണ്ടത്? തനിക്ക് നടപടിയെടുക്കാൻ അധികാരമുള്ള ആളാണ് താൻ. ഈ റിപ്പോർട്ട് FIR-ന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. അതായത് ഈ വിഷയം സംസ്ഥാന തലത്തിൽ നിലനിർത്തുകയല്ല, ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഒരു ദേശീയ വിഷയമാക്കി സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം തകർന്നു എന്ന് ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ഒരു ഗവർണർ ശ്രമിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം.
എന്തായാലും മുമ്പ് കാണാത്ത വിധത്തിലുള്ള ശക്തമായ പ്രതിഷേധത്തിന് ഗവർണർ നേതൃത്വം വഹിക്കുന്നതാണ്, അല്ലെങ്കിൽ ഗവർണർ അതിന് നേരിട്ടിറങ്ങുന്നതാണ് നമ്മൾ നിലമേലിൽ അല്പസമയം മുൻപ് കണ്ടത്.